എല്ലാ നല്ല മനുഷ്യർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നമസ്കാരം. എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു വേദിയും സമയവുമാണിത്. മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് 85 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് 39 ഇയേഴ്സ് ഉള്ള പരിചയമാണ് എനിക്ക്. നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ എനിക്ക് സുരേഷിനെ അറിയാം. അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഇവിടെ എൻ്റെ ഉണ്ണികളെ കഥ പറയാം എന്ന് പറഞ്ഞ പടം റിലീസ് കഴിഞ്ഞ് മറ്റൊരു പടത്തിൻ്റെ പ്രീവ്യൂവിന് വേണ്ടി ജോഷി സാറ് സംവിധാനം ചെയ്താണെന്ന് തോന്നുന്നു. അതിൽ സുരേഷുണ്ട്, മോഹൻലാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രീവ്യൂവിന് വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സുരേഷിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. സുരേഷ് അതിന് മുമ്പ് എൻ്റെ പടത്തിൽ ജനുവരി ഓർമ്മയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് അന്ന് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പേര് കണ്ട്, ആരും അങ്ങനെ അധികം എടുത്ത് പറയാറൊന്നുമില്ല. പക്ഷെ സുരേഷ് എൻ്റെ അടുത്ത് അതിൽ പാട്ടിനെ കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട്, അപ്പം ഞാൻ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു പാട്ടിനെ കുറിച്ച് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് വളരെ നല്ലത് പറയുന്ന, സാധാരണ ഒരാളല്ല, ഒരു വലിയ നടനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത് പറയുന്നത്. അതിന്ന് എൻ്റെ മനസ്സിലുണ്ട്. നന്ദിയോടെ സ്മരിക്കുകയാണത്. സുരേഷിനത് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സവേര ഹോട്ടൽ സവേര, യെസ്, അത് അങ്ങനെ. പിന്നെ സുരേഷിനെ കുറിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. അതിപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനിപ്പോൾ ഒരു പടം ചെയ്ത്, മച്ചാൻ്റെ മാലാഖ എന്ന് പറഞ്ഞ പടം, അതിൽ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പുതിയ ആശയം ഉള്ള ഒരു പാട്ട് അതിൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. കൊച്ചു പാട്ട്, 2.25 മിനിറ്റ്. അത് പാടാൻ പോകുന്നത് സുരേഷാണ്. പിന്നെ സുരേഷിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ മേജർ രവിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞതൊന്നും പറയാൻ അറിഞ്ഞൂടാ കേട്ടോ, ഉള്ള കാര്യം. എനിക്ക് സംഗീതമാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ 45 കൊല്ലമായിട്ട് ചെന്നൈയിൽ, പറയാൻ പാടില്ല, ഞാൻ പറയുന്നില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ പോലും സാധ്യതകൾ ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ ചെന്നൈയിലായിരുന്നു, വോട്ടിൻ്റെ സമയത്ത് ഇവിടെയല്ല ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ അവർ നമ്മളോട് അഭിസംബോധന, നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യുമ്പോൾ അവർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പതിയെ ഒരുപാട് ശ്രമിച്ചിട്ടാണ്. എപ്പോഴും കുറേ പേരെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ലോകം അത് സംഗീതത്തിലാണ്. അത് തന്നെ എനിക്ക് അത്യാവശ്യം അതിൽ നീന്തി തകർക്കാനുണ്ട്. പക്ഷേ ഇവിടെ സുരേഷിനെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണ്ടു. അതെന്താന്ന് വെച്ചാൽ, സുരേഷ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാവർക്കും അറിയാൻ ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ചെയ്തതല്ല. ഇനിയും കുറെ നല്ല കാര്യങ്ങൾ വലുതായി ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തിത്വം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ. അന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എത്ര വർഷം മുമ്പാണ്. അന്നൊന്നും രാഷ്ട്രീയത്തിന്റെ ഒരു ചിന്ത പോലും സുരേഷിലുണ്ടായിട്ടില്ല. കാരണം പുതിയ പടങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് തകർക്കണമെന്നുള്ള ആവേശത്തിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാരൻ, പാവപ്പെട്ടവർ, ആരായാലും അത് പൊതുജനം അറിയുന്നു. അത് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. അതെങ്ങനെ അറിയുന്നു? അത് മറ്റുള്ളവർ പറഞ്ഞാൽ അറിയും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിവ് വരുമ്പോൾ അത് ഉടനെ അപ്പൊ നമ്മൾ പലരും അതിനെക്കുറിച്ച് ചെറിയൊരു പരാമർശം ഉണ്ടാവും, പേരെടുക്കാൻ വേണ്ടി. ഒന്നുമല്ല. ഇനി ഇത് മറ്റുള്ളവർ അറിയുന്നതിന്റെ ഒരു ഗുണം നിങ്ങൾക്കറിയാം. പലരും അങ്ങനെ നല്ലത് ചെയ്യുന്നവരുണ്ട് ഈ ഭൂമിയിൽ. അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സുരേഷിന്റെ. അപ്പൊ സുരേഷ് എന്തുകൊണ്ടും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല സുരേഷ്. എനിക്ക് തോന്നുന്നത് സുരേഷിന്റെ ജന്മം കൊണ്ടിരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് സുരേഷ് ഇതുവരയ്ക്കും വളർന്നിട്ടുള്ളത്. ഇനി എങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, മാറത്തില്ല. കാരണം അത് എന്താണ്, ചെറുപ്പത്തിലുള്ള ശീലം, മനുഷ്യനുള്ള കാലം മാറാതെന്ന് പറയുന്നു. അത് സുരേഷിനുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സുരേഷിന് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. സുരേഷിന് എല്ലാവിധ
വിജയാശംസകളും നേർന്നുകൊണ്ട് എന്ന് വാക്കുകൾ. താങ്ക് യു സർ.